സഹാബിയാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. മനസ്സിന്റെ ശുദ്ധിയാണ് ഏറ്റവും വലുതട്ടോ, ശരീരത്തിന്റെ കരുത്തല്ല, മനസ്സിന്റെ കരുത്താണ് ഏറ്റവും പ്രധാനം. അതാണ് നമ്മുടെ പൂർവികന്മാർക്ക് ഉണ്ടായിരുന്നത്. സഅദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഉള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അവരെ കാണാനും അവർക്ക് സലാം കൊടുക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, സ്വർഗ്ഗത്തിൽ വെച്ചുകൊണ്ട് ഈ മഹാരഥന്മാരെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് ഒരിക്കലും ഇങ്ങനെ സ്വഹാബത്തൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് മദീനത്തെ പള്ളിയിൽ. ആ സമയത്ത് അള്ളാന്റെ തിരുദൂതർ പറയുകയാണ്, ഇപ്പോൾ ഇങ്ങോട്ടൊരാൾ കടന്നു വരും, അദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയാണ്. ഇപ്പോൾ ഇങ്ങോട്ടൊരാൾ കടന്നു വരും, അദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയാണ്. ഇപ്പോൾ ഇങ്ങോട്ടൊരാൾ കടന്നു വരൂട്ടോ, അദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയാണ്. എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കാണ്, ഈ ഭാഗ്യവാൻ ആരാണ്? ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ സ്വർഗം അള്ളാന്റെ റസൂല് സഹാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെടാൻ മാത്രം സ്വർഗീയമായ അമലുകൾ ചെയ്യുന്ന ഈ ആള് ആര്, സൗഭാഗ്യവാൻ ആര് എന്നിങ്ങനെ നോക്കുമ്പോണ്ട് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. തലയിലൂടെ ഉളു എടുത്തതിന്റെ വെള്ളം മുടിയിലൂടെ ഇങ്ങനെ ഇറ്റി വീഴുന്നുണ്ട്. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ഇത് അറിയാൻ വേണ്ടി എന്താണ് സഅദിനെ ഇത്ര കണ്ട് സ്വർഗത്തിന്റെ അവകാശിയാക്കിയത് എന്നുള്ള വിവരം, അതിന്റെ രഹസ്യം അറിയാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോവാണ്. 3 ദിവസം അവിടെ തങ്ങി നോക്കി. എന്താണ് ഇദ്ദേഹം ചെയ്യുന്നത്, ഇബാദത്ത് എന്ന് അറിയണ്ടേ? ഇത്ര കണ്ട് സ്വർഗത്തിന്റെ അവകാശിയാക്കിയ ഈ ഇബാദത്ത് ഏതാണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ സാഗൂതം നോക്കി. പക്ഷേ രാത്രിയിലൊക്കെ ഉറക്ക വിളച്ച് നോക്കിയിട്ടും പ്രത്യേകമായ ഒരു അമലും തന്നെ കാണുന്നില്ല. സഹാബാക്കൾ സാധാരണ ചെയ്യുന്ന അമലുകളല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. ഈ സമയത്ത് 3-ാമത്തെ ദിവസം സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, സഅദേ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇങ്ങോട്ടൊരു സ്വർഗാവകാശി കടന്നു വരുമെന്ന് പറഞ്ഞപ്പോൾ താങ്കളാണ് ഈ സദസ്സിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് താങ്കളെ സ്വർഗത്തിന്റെ അവകാശിയാക്കിയ ആ അമൽ ഏതാണെന്നൊന്ന് പറഞ്ഞു തരുമോ? ഞങ്ങൾക്ക് കൂടി അത് ചെയ്യാമല്ലോ എന്ന് ചോദിച്ചപ്പോ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾ ഈ കണ്ട അമലല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സ് ശുദ്ധമാണ്. എൻ്റെ മനസ്സിൽ ആരോടും ദേഷ്യമില്ല. ഓരോ രാത്രിയിലും ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിനെ ഞാൻ സ്ഫുടം ചെയ്യും. ആരോടും പകയില്ല, വിദ്വേഷമില്ല, അസൂയല്ല, വെറുപ്പില്ല. ആ ഒരു മനസ്സ് മാത്രമേ എനിക്കുള്ളൂ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പോയിട്ട് ഇക്കാര്യം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഹുവദാക്, അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്വർഗത്തിൻ്റെ അവകാശിയാക്കിയത്. പ്രിയമുള്ളവരെ, മനസ്സാണ് പ്രധാനം. സ്ഫടിക സമാനം സ്ഫുടം ചെയ്യപ്പെടുത്തപ്പെട്ട മനസ്സാണ്. അതുകൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കണം. എല്ലാവിധ ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്നും മനസ്സിനെ ശുദ്ധീകരിച്ച് സംസ്കരിച്ച് സ്ഫുടം ചെയ്തെടുക്കുക. കോപം, വെറുപ്പ്, പ്രതികാരം, ദേഷ്യം, പക, അസൂയ, വിദ്വേഷം, ഇങ്ങനെയുള്ള എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും ഹൃദയത്തെ ശുദ്ധീകരിച്ച് സ്ഫടിക സമാനം സ്ഫുടം ചെയ്തെടുക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. അത്ഭുതകരമായ റബ്ബിൻ്റെ സഹായം കിട്ടും. നമുക്കും സഅദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ പോകുന്ന സ്വർഗത്തിലേക്ക് എത്തണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നു. റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ 80-ാമത്തെ വയസ്സിൽ തൻ്റെ പ്രിയപുത്രൻ്റെ മടിയിൽ കടന്നുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. ആ സമയത്ത് മകൻ്റെ കണ്ണുനീര് സഅദിൻ്റെ മുഖത്തെ കുറ്റി വീണപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്തിനാണ് പൊന്നുമോനെ നീ കരയുന്നത്? നീ കരയേണ്ട മോനെ, നീ വേവലാതിപ്പെടേണ്ട മോനെ, നീ ആശങ്കപ്പെടേണ്ടതില്ല. ഈ ഉപ്പ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. അള്ളാഹുവിൻ്റെ തിരുദൂതരാണ് എന്നെ സംബന്ധിച്ച് പറഞ്ഞത്, ഞാൻ സ്വർഗത്തിലാണ് എന്ന്. അതുകൊണ്ട് ഈ ഉപ്പാക്കൊരു ഭയാശങ്കയില്ല മോനെ. അതുകൊണ്ട് ശാന്തമാകൂ, സന്തോഷിക്കൂ, ഞാൻ സ്വർഗത്തിലേക്ക് പോകട്ടെ. ഞാൻ നിന്നോടൊരു കാര്യം വസിയത്ത് ചെയ്യുകയാണ്. എനിക്കൊരു ഡ്രസ്സുണ്ട്, ആ ഡ്രസ്സിൽ വേണം നീ എന്നെ കഫൻ ചെയ്യാൻ. അത് ഞാൻ ബദറിൽ പങ്കെടുത്തപ്പോൾ ധരിച്ച എൻ്റെ വസ്ത്രമാണ്. ഞാൻ ബദറിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ധരിച്ച വസ്ത്രമാണ്, ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വസ്ത്രത്തിൽ വേണം നീ എന്നെ കഫം പുടവയായിട്ട് പൊതിയാൻ എന്ന് തൻ്റെ മകനോട് വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഒരുപാട് ഗുണപാഠങ്ങൾ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ നമുക്കുണ്ട്. അവർ നടന്നു നീങ്ങിയ വഴിയിലൂടെയാണ് നമ്മുടെ നടത്തവും. അവർ താരാപഥങ്ങളാണ്. അവർ നമുക്ക് വഴി കാണിച്ചു തന്നവരാണ് റസൂലും സഹാബത്തും. അവരിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അവർ നക്ഷത്ര തുല്യരാണ്. അതുകൊണ്ട് ആ വഴിയെ പോവുക, ആ വഴിയെ സഞ്ചരിക്കുക.
അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയം അവിടെയാണ്. അല്ലാഹു വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സഹോദരി മരണപ്പെട്ടു പോയ, കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയ സഹോദരി, ആ സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുക്കൾ, മാതാപിതാക്കൾ എല്ലാവരുടെയും ഖബറിടം അല്ലാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കുമാറാവട്ടെ. ഈ മസ്ജിദിന്റെ ചുറ്റുഭാഗത്ത് മറവിട്ട് കിടക്കുന്ന സഹോദരി സഹോദരന്മാരുടെ